எல்லா மதங்களுக்கும் கிறிஸ்தவ மதம், இஸ்லாம் மதம், பௌத்த மதம் அதுக்கெல்லாம் ஸ்தாபகர்கள் இருக்காங்க. அவங்க ஸ்தாபனம் பண்ணாங்க, இல்லைன்னா அவங்களுடைய சீடர்கள் ஸ்தாபனம் பண்ணாங்க. அந்த ஹிந்து மதத்துக்கு மட்டும் ஸ்தாபகர்கள் கிடையாது. இது வந்து சனாதனம். சனாதனம் சொன்னா புராதனம், பழசு, ஆதி. அப்போ வந்து ரிஷிகள் வந்து அவங்க மெடிடேஷன்ல இருந்து அவங்க அந்த டிரான்ஸ்ல இருக்கும்போது அவங்க தெரியாம வந்து அந்த சப்தங்கள், அந்த சவுண்ட், அதுதான் வேதம். அந்த வேதத்துல வந்து பிரகிருதி, பிரம்மா, பிரகிருதி நேச்சர், புருஷா அப்படின்னா மனிதன், பிரம்மாதான் பிரகிருதி. ஆனா அந்த பிரகிருதி என்ஜாய் பண்றதுக்கு புருஷனை உண்டாக்குனா, அந்த புருஷனை எல்லாரும் என்ஜாய் பண்றது இந்திரியங்கள், பஞ்ச இந்திரியங்கள் உண்டானா அவனுக்குள்ள வந்து மனசு இருக்கிற புத்தியை வச்சான். இதுதான் வேதங்கள்ல வந்து மெயினா திசைகள் இருக்கிறது. அது வந்து அவர் புரிஞ்சுக்கிறது அவ்வளவு ஈஸி கிடையாது. பெரிய பெரிய படிச்சவங்களால அதை ஈஸியா சொல்ல முடியாது. அதனால்தான் அந்த வேதத்தை வந்து சிம்பிளிஃபைட் பண்ணி அந்த எசன்ஸ் வந்து உபனிஷத்து பண்ணாங்க. அந்த உபனிஷத்து கூட தத்துவமசி, ஐ ஆம் தட், ஐ ஆம் நாட் திஸ் பாடி, ஐ ஆம் நாட் திஸ் மைண்ட், ஐ ஆம் தட், ஐ ஆம் ஒன் ஃப்ரம் தி யூனிவர்ஸ் பவர், ஐ ஆம் தி பார்ட் ஆஃப் தட் காட் அப்படிங்கிறது. அந்த உபனிஷத்து கூட அவ்வளவு ஈஸியா புரிஞ்சுக்க முடியாதுன்னு சொல்லி அதை கூட ரொம்ப சிம்பிளிஃபை பண்ணதுதான் கீதை, பகவத்கீதை. பகவத்கீதை கிருஷ்ணா அப்படிங்கிறது ஒரு கடவுள் அப்படி கிடையாது. பகவத்கீதை கிருஷ்ணா வந்து இஸ் omnipresent, a divine, a super consciousness. அர்ஜுனா வந்து ஜீவா, கான்சியஸ்னஸ், சூப்பர் கான்சியஸ்னஸ், கான்சியஸோட பேசுறது, பரமாத்மா ஜீவாத்மாவோட பேசுறது தான் பகவத்கீதை. அதுல வந்து ஞான யோகா, கர்ம யோகா, பக்தி யோகா, ராஜயோகா. சோ இந்த மதங்கள் எல்லாமே வந்து மக்களுக்கு வந்து നന്മ ചെയ്യും. ഒരു സ്ഥാപകൻ എല്ലാ മതങ്ങൾക്കും ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഹിന്ദുസത്തിന് ഒരു സ്ഥാപകൻ ഇല്ല, സ്ഥാപകൻ ഇല്ലാത്തൊരു മതമാണ് ഹിന്ദു മതം. അത് കാരണം അത് സനാതനമാണ്. സനാതനം എന്നുള്ള വാക്കിന്റെ അർത്ഥം അതിന് തുടക്കം ഇല്ലാത്തതാണ്, അവസാനം ഇല്ലാത്തതാണ്. ഗുരുദേവൻ സനാതനത്തിന്റെ അർത്ഥം ശരിക്കും സനാതനത്തിന്റെ അർത്ഥം പറയുന്നത് ഇറ്റ് ഈസ് വെരി ഓൾഡ് ആൻഡ് വെരി ന്യൂ എന്നാണ് പറയുന്നത്. കാരണം അതിന് തുടക്കമില്ല, അവസാനമില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ പുതിയതാണ് സനാതനം എന്ന് വെച്ചാൽ ഈ സ്പേസ് പോലെ പുതിയതാണ്. ഈ സനാതന ധർമ്മം പുതിയതാണെന്ന് എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാരണം സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഭഗവത്ഗീതയും വരുന്നത്. അതിന് ഭഗവത്ഗീതയുടെ പ്രത്യേകത നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഒരിക്കലും ഒരു 5000 വർഷം മുൻപ് എഴുതി വെച്ച ഒരു പഴഞ്ചൻ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല. അത് വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്നത്തെ എന്റെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആണല്ലോ ഇതെന്ന് നമുക്ക് തോന്നും. അതാണ് ഈ വളരെ പഴയത് വളരെ പുതിയത് എന്നുള്ള സനാതന ധർമ്മത്തിന്റെ വാക്കുകൾ മനോഹരമാക്കി തീർക്കുന്നത് ഭഗവത്ഗീതയിലൂടെ. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആർട്ട് ഓഫ് ലിവിംഗ് എന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സംഘടനയുടെ ഇന്റർനാഷണൽ ടീച്ചറായിട്ടുള്ള സജി നിസാൻ ജിയാണ്. അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഭഗവത്ഗീത പ്രചാരകനായിട്ട് ഇന്ന് ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ടീച്ചർ മാത്രമല്ല, ഭഗവത്ഗീതയുടെ ഒരു ആചാര്യനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. സ്വാഗതം സജി നിസാൻ ജി. അങ്ങയെ കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ ഞാൻ വിവരണം ചെയ്യുന്നില്ല. അങ്ങയുടെ ആർട്ട് ഓഫ് ലിവിംഗ് അനുഭവങ്ങളില് ഒരുപാട് പ്രഗത്ഭര് ആർട്ട് ഓഫ് ലിവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. അതില് രജനീകാന്ത് എന്ന് അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള നടൻ അതിൽ ഇൻവോൾവ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആർട്ട് ഓഫ് ലിവിങ്ങുമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി, സനാതന ധർമ്മത്തെ കുറിച്ച് വിവരിക്കുന്നത് ഒക്കെ അടങ്ങിയ ഒരു വീഡിയോ. അങ്ങേക്ക് എന്താണ് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? എനിക്ക് ആ വീഡിയോയില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഭഗവത്ഗീതയിലായതുകൊണ്ടാണ് എനിക്ക് അതിനോട് ഏറ്റവും കൂടുതൽ താല്പര്യം. ആ ടോക്ക് അവസാനിക്കുന്നത് അപ്പോ അതില് അദ്ദേഹം തുടങ്ങുന്നത് എങ്ങനെയാണ്, എല്ലാ മതങ്ങൾക്കും, ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാം മതമായാലും ബുദ്ധിസം ആണെങ്കിലും എല്ലാ മതങ്ങൾക്കും ഒരു ഫൗണ്ടർ ഉണ്ട്, ഒരു സ്ഥാപകൻ ഉണ്ട്. ഒന്നെങ്കിൽ ആ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആള് സ്ഥാപിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് സ്ഥാപിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്ഥാപകൻ എല്ലാ മതങ്ങൾക്കും ഉണ്ട്. അദ്ദേഹത്തിന്റെ വരികളാണ് ഞാൻ കോട്ട് ചെയ്യുന്നത് കേട്ടോ. അദ്ദേഹം പറയുന്നത് ഹിന്ദുസത്തിന് ഒരു സ്ഥാപകൻ ഇല്ല, സ്ഥാപകൻ ഇല്ലാത്തൊരു മതമാണ് ഹിന്ദു മതം. അത് കാരണം അത് സനാതനമാണ്. സനാതനം എന്നുള്ള വാക്കിന്റെ അർത്ഥം അതിന് തുടക്കം ഇല്ലാത്തതാണ്, അവസാനം ഇല്ലാത്തതാണ്. ഗുരുദേവൻ സനാതനത്തിന്റെ അർത്ഥം ശരിക്കും സനാതനത്തിന്റെ അർത്ഥം പറയുന്നത് ഇറ്റ് ഈസ് വെരി ഓൾഡ് ആൻഡ് വെരി ന്യൂ എന്നാണ് പറയുന്നത്. കാരണം അതിന് തുടക്കമില്ല, അവസാനമില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ പുതിയതാണ് സനാതനം എന്ന് വെച്ചാൽ ഈ സ്പേസ് പോലെ പുതിയതാണ്. ഈ സനാതന ധർമ്മം പുതിയതാണെന്ന് എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാരണം സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഭഗവത്ഗീതയും വരുന്നത്. അതിലേക്ക് ആ പോയിന്റിലേക്ക് നമുക്കിപ്പോ വരാം. അപ്പോ ഭഗവത്ഗീതയുടെ പ്രത്യേകത നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഒരിക്കലും ഒരു 5000 വർഷം മുൻപ് എഴുതി വെച്ച ഒരു പഴഞ്ചൻ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല. അത് വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്നത്തെ എന്റെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആണല്ലോ ഇതെന്ന് നമുക്ക് തോന്നും. അതാണ് ഈ
വളരെ പഴയത് വളരെ പുതിയത് എന്നുള്ള സനാതന ധർമ്മത്തിന്റെ വാക്കുകൾ മനോഹരമാക്കി തീർക്കുന്നത് ഭഗവത്ഗീതയിലൂടെ. ഇവിടെ അദ്ദേഹം പറയുന്ന വേറൊരു വാചകം, വേദങ്ങള് വേദങ്ങള് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, അത് ഋഷിമാര് ധ്യാനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവർക്കൊരു ശബ്ദത്തിന്റെ രൂപത്തിൽ തരംഗങ്ങളുടെ സൗണ്ട് ആൻഡ് വൈബ്രേഷന്റെ ഒരു ഫോമിലാണ് അവരിലേക്ക് ഈ വേദങ്ങൾ വന്നതെന്നാണ് പറയുന്നത്. നമുക്കത് സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഈ മെഡിറ്റേഷന്റെ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അത്രയും പ്യൂരിറ്റി, അത്രയും മൈൻഡ് അത്രയും പ്യൂർ ആയിട്ടിരിക്കുമ്പോൾ, അത്രയും ശുദ്ധമായിട്ടിരിക്കുമ്പോൾ, അത്രയും ശാന്തമായിട്ടിരിക്കുമ്പോൾ ാണ് ഈ കണക്ഷൻ, പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കണക്ഷനിൽ നിന്നാണ് ഈ വേദങ്ങൾ വന്നതെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം, ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ വളരെ മൈൻഡ് വളരെ കാമായിട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ, നമ്മളുടെ വളരെ ശുദ്ധമായിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മളുടെ ഉള്ളിലും ഈ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം പ്രവർത്തിക്കാറുണ്ട്, അല്ലെ? കറക്റ്റ് അല്ലേ? അതായത് നമ്മൾ എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു സിദ്ധിയാണ് ഈ ഇൻറ്റ്യൂഷൻ എന്നുള്ള സിദ്ധി. ഇപ്പോ നമുക്ക് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഹിറ്റ്ലറിന് പോലും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള മെയിൻ കാഫ് എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. അത് എല്ലാവർക്കും കിട്ടുന്നതാണ്. തുടർന്നു. അതെ അതെ അതെ. അപ്പൊ നമുക്ക് എളുപ്പം സാധാരണക്കാർക്ക് മനസ്സിലാകാനുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഇന്ന ആളായിരിക്കും എന്ന് വെറുതെ തോന്നും. ചെന്ന് വാതിലോട് തുറക്കുമ്പോൾ അയാളായിരിക്കും, അല്ലെങ്കിൽ ഫോൺ ബെല്ലടിക്കുമ്പോൾ തോന്നും അയാളായിരിക്കും വിളിക്കുന്നത്, കൃത്യമായിട്ട് അയാളായിരിക്കും വിളിക്കുന്നത്. അങ്ങനെ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു ഉത്കണ്ഠ തോന്നും, എന്തോ സംഭവിക്കാൻ പോണോ എന്നുള്ള എന്തോ ഒരു ഭയം, ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയും ചെയ്യും. അത് ഒരു ഇൻറ്റ്യൂഷന്റെ ഒരു ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ ഇൻറ്റ്യൂട്ടീവ് പവർ എല്ലാവരിലും ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി ആ ഇൻറ്റ്യൂട്ടീവ് പവർ ആക്ച്വലി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ആർട്ട് ഓഫ് ലിവിംഗിൽ ഇൻറ്റ്യൂഷൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കോഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ രജനീകാന്ത് പറയുന്നത്, ഈ വേദങ്ങള് ഈ മെഡിറ്റേഷന്റെ അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ വേദങ്ങള് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ളൊരു ഒരു ജ്ഞാനമാണ്. ഇത്തിരി കട്ടിയാണ്, ഇത്തിരി ആഴത്തിലുള്ളതാണ്, കുറച്ച് ഡീപ്പാണ്. അപ്പോ വേദങ്ങളെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ് എന്ത്, ഉപനിഷത്തിന്റെ രൂപത്തിൽ. അപ്പൊ ഉപനിഷത്താകുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. എന്നാൽ ഉപനിഷത്ത് അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഉപനിഷത്താണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും. ഉപനിഷത്തിനെ വളരെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു രീതിയിലേക്ക് ലളിതമാക്കിയിരിക്കുകയാണ് ഭഗവത്ഗീത. അപ്പോ ഭഗവത്ഗീതയെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, സകല ഉപനിഷത്തുകളുടെയും സാരാംശമായിട്ടാണ് ഭഗവത്ഗീതയെ കാണുന്നത്. അതായത് കൃഷ്ണൻ എന്ന ഭഗവാൻ, ശ്രീകൃഷ്ണൻ എന്ന യാദവൻ സകല ഉപനിഷത്തുകളെയും പശുക്കളാക്കി കണക്കാക്കിക്കൊണ്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ പശുക്കളെ കറന്ന് ഒരു കുടത്തിലാക്കി തരുന്നതാണ് അപ്പോ അങ്ങനെ ഉപനിഷത്തുകളുടെ ഒരു സാരാംശമായിട്ടാണ് ഭഗവത്ഗീതയെ പറയുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം വീണ്ടും രജനീകാന്തിന്റെ വരികളിലേക്ക് പോവുകയാണെങ്കിൽ, പരമാത്മാവ് ആയിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവാത്മാവായിട്ടുള്ള അർജുനന് കൊടുക്കുന്ന ജ്ഞാനമായിട്ടാണ് ഇവിടെ ഭഗവത്ഗീതയെ പറയുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നിയത്, അങ്ങനെയാണ് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പോ 3 വാക്കുകൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. അത് ബ്രഹ്മ, പുരുഷൻ, ശരീരം, പ്രകൃതി എന്നുള്ള 3 വാക്കുകൾ. അപ്പോ ബ്രഹ്മ എന്ന് പറയുമ്പോൾ പരമാത്മാവ്, പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള എല്ലാ സംഗതികളെയും, മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ സംഗതികളും പ്രകൃതി എന്ന് കണക്കാക്കാം. അപ്പൊ ഇങ്ങനെയാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. പരമാത്മാവായ ഭഗവാൻ ജീവാത്മാവായ അർജുനന് പകർന്നു നൽകുന്നതായിട്ടാണ് ഭഗവത്ഗീതയെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഭഗവത്ഗീത പലരും പല എക്സ്ക്യൂസുകളാണ് പറയാം. ഒന്ന്, എനിക്ക് പ്രായമായിട്ടില്ല എന്ന് പറയും. 2, എനിക്ക് തിരക്കാണെന്ന് പറയും. അപ്പൊ ആത്മീയ കാര്യങ്ങളെ ഒഴിവാക്കുന്നതിൽ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് തിരക്കാണ്. അപ്പൊ നമ്മളൊരു ക്ലാസ്സിന് ആൾക്കാരെ വിളിച്ച് ചില ആൾക്കാർ പറയുന്നത് തിരക്കാണെന്നാണ്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞത് ഇപ്രകാരമാണ്, അതായത് എനിക്ക് തിരക്ക് കൂടി വരുന്നു, ഇനി 2 നേരം ധ്യാനിക്കണം എന്ന്, 1 നേരം ധ്യാനിച്ചാൽ പോരാന്ന്. അപ്പോ നമ്മളുടെ തിരക്കിന്റെ സ്ട്രെസ് നമ്മളിലേക്ക് വരാതിരിക്കാൻ ആക്ച്വലി സ്പിരിച്വാലിറ്റിയുടെ ആവശ്യം വളരെയധികമുണ്ട്. അപ്പോ വളരെ തിരക്കുള്ള ആൾക്കാർ പോലും എല്ലാ ദിവസവും ഒരു ശ്ലോകമെങ്കിലും ഭഗവത്ഗീത വായിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ലോകത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളിൽ ഒന്നായിട്ട് തന്നെ നമുക്ക് രജനീകാന്തിനെ കണക്കാക്കാം. അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാള്, ഒരു സൂപ്പർ സ്റ്റാർ അത്യപൂർവമായിട്ട് ഇന്ത്യയിലുള്ളൂ. വളരെ അപൂർവമായിട്ടാണ് ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പേര് കൊണ്ട് മാത്രം സക്സസ് ആക്കാൻ കഴിവുള്ള ഒരു നടൻ, അല്ലെ? കറക്റ്റ് അല്ലേ? എങ്ങനെയായിരിക്കും കഥ, ആരാണ് സംവിധായകൻ, ആരാണ് നായിക എന്ന് നോക്കാതെ ആ പേര് കൊണ്ട് മാത്രം സക്സസ് ആക്കാൻ കഴിവുള്ള ഒരാളാണ് രജനീകാന്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോ നമ്മള് സക്സസ് ആക്കാനുള്ള ഒരുപാട് എലമെന്റ്സ് ഉള്ള ഒരു ബുക്ക് കൂടിയിട്ടാണ്, ഒരു ഗ്രന്ഥം കൂടിയിട്ടാണ് ഭഗവത്ഗീത. എങ്ങനെ ജീവിത വിജയത്തിന് എങ്ങനെ ഭഗവത്ഗീതയെ നമുക്ക് ഉപയോഗിക്കാം, അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോ
ഞാനിപ്പോ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ശ്ലോകം സാഖ്യയോഗത്തിലെ 37-ാമത്തെ ശ്ലോകം. എനിക്ക് ഒത്തിരി ഈ തെരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ എന്ന് പറയാവുന്നതിൽ എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ശ്ലോകങ്ങളിൽ ഒന്നാണ് ഈ സാഖ്യയോഗത്തിലെ 37-ാമത്തെ ശ്ലോകം. അതിഗംഭീരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അപ്പൊ ഈ ശ്ലോകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശ്ലോകമാണ്. യുവാക്കൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് യുവാക്കൾ എന്നുള്ള പ്രയോഗത്തെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. യുവാക്കൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാർ 20 വയസ്സിലും വൃദ്ധരെ പോലെ പെരുമാറാറുണ്ട്, ഇല്ല കറക്റ്റ് അല്ലേ? ചില ആൾക്കാർ 90 വയസ്സിലും യുവാക്കളെ പോലെ പ്രവർത്തിക്കാറുണ്ട്. അപ്പോ ആ ഒരു പറഞ്ഞോളൂ. സൈക്കോളജിക്കൽ ഏജ്, ക്രോണോളജിക്കൽ ഏജ്, ബയോളജിക്കൽ ഏജ് എന്ന് പറയും. ചിലര് പ്രായത്തിന് അതീതമായി ചിന്തിക്കുന്നവരുണ്ട്, ചിലര് പ്രായത്തിന് ഒത്ത് ചിന്തിക്കാത്തവരുണ്ട്. അവരുടെ സൈക്കോളജിക്കൽ ഏജ് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ 90 വയസ്സുണ്ടെങ്കിലും വെറും 40-കാരന്റെ അല്ലെങ്കിൽ 30-കാരന്റെ മനസ്സോടു കൂടി ജീവിക്കുന്നവരെ എന്ന് മനഃശാസ്ത്രം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. തുടർന്നോളൂ. അപ്പോ 90 വയസ്സിലും എനിക്ക് ഒരുപാട് പ്രവർത്തിക്കാനുണ്ടെന്ന് തോന്നുന്നത് ഒരു യുവാവിന്റെ മനോഭാവമാണ്. അപ്പൊ ഒരു മനോഭാവമാണ്. ചില ആൾക്കാർക്ക് 30 വയസ്സാകുമ്പോഴത്തേക്ക് എനിക്ക് എന്നെ ഇനി ഒന്നിനും വയ്യ. ഞങ്ങൾ തമാശക്ക് ബാലവൃദ്ധർ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ബാലവൃദ്ധർ. അതായത് 25 വയസ്സിൽ തന്നെ വയസ്സായ ആൾക്കാരെ പോലെ പെരുമാറുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നാൽ 80-85 വയസ്സായാലും വളരെ ചുറുചുറുക്കോടുകൂടി. നമുക്കറിയാം ചില ആളുകൾ 60-ാമത്തെ വയസ്സിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെ? ശരിയല്ലേ? KFC പോലുള്ള സംരംഭങ്ങൾ 60-ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ നടൻ ഇന്ദ്രൻസ് ഒരു പരീക്ഷ എഴുതി പാസ്സായത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പൊ നമുക്കൊന്നിനും ഒരു പ്രായം എന്ന് പറയുന്നത് ആ ഒരു ബയോളജിക്കൽ ഏജ് ഒന്നിനും വാസ്തവത്തിൽ ഒരു തടസ്സമല്ല. അപ്പൊ ഇവിടെ ഈ ഒരു ശ്ലോകം ഒരു ഭയങ്കര ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു ശ്ലോകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ശ്ലോകം ഇങ്ങനെയാണ്. സംസ്കൃതം അത്ര വശമുള്ള ഒരാളല്ല ഞാൻ, ജസ്റ്റ് ഞാൻ ഇങ്ങനെ വായിക്കാം. എന്നാലും 37-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ് അർജുനനോട്, സാഖ്യയോഗം 37-ാമത്തെ ശ്ലോകത്തില്, ഹത്തോവ പ്രാപ്സ്യസി സ്വർഗം ജിത്തോവ ഭോക്ഷ്യസി മഹീം തസ്മ ഉത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃത നിശ്ചയ. ഇങ്ങനൊരു വരികളാണ് ഈ ശ്ലോകം. നല്ല രസമുള്ളൊരു വരികളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വ്യാഖ്യാനത്തിലേക്ക് ഒന്ന് പോവാൻ കേട്ടോ. ചില സമയത്ത് ചില ശ്ലോകങ്ങൾ, ചില വരികൾ തരുന്ന ഒരു മനക്കരുത്തും ധൈര്യവും ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതുപോലെ അപാരമായ മനക്കരുത്ത്. നമ്മൾ എപ്പോഴൊക്കെ തളർന്നിരിക്കുന്നുണ്ടോ, നമ്മൾ എപ്പോഴൊക്കെ തകർന്നിരിക്കുന്നുണ്ടോ, നമ്മൾ എപ്പോഴൊക്കെ ഭയന്നിരിക്കുന്നുണ്ടോ, നമ്മളൊക്കെ പേടിച്ച് വരണ്ട് ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ ശ്ലോകം ഒന്ന് വായിക്കണം എന്നാണ്. ഇപ്പോ ചില ആൾക്കാർ എന്റെ ജീവിതം മടുത്തു. ചിലപ്പോൾ ചില ആൾക്കാർ ഈ നമ്മളുടെ ഇത് കേൾക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ ഇരിക്കുന്ന കൂട്ടത്തില്. ജീവിതത്തിൽ വളരെയധികം നിരാശ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ ഇരിക്കുന്ന കൂട്ടത്തില്. ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ. ഞാൻ ജീവിതത്തിൽ നിന്ന് റിട്ടയർ ആവുകയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ. ഞാൻ ഇനി ജീവിതത്തിൽ നിന്ന് പിൻവലിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ശ്ലോകം ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾക്ക് ഈ ശ്ലോകത്തിന്റെ പോക്ക് ഒരു അപാര പോക്കാണ്. അതായത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇഫ് ഇറ്റ് കനോട്ട് ചാലഞ്ച് യു ഇറ്റ് കനോട്ട് ചേഞ്ച് യു എന്ന്. ഇതൊരു ഗംഭീര വരികളാണ്. എന്താണ്? ഇഫ് ഇറ്റ് കനോട്ട് ചാലഞ്ച് യു ഇറ്റ് കനോട്ട് ചേഞ്ച് യു. നമ്മളെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നമ്മളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കാറുള്ളൂ, അല്ലെ? കറക്റ്റ് അല്ലേ ഈശ്വരൻ? ഇപ്പൊ നമ്മള് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വിഷമിക്കാറുണ്ട്, ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ വിഷമിക്കാറുണ്ട്. നമ്മളുടെ ജീവിതം ഒന്ന് പുറകിലേക്ക് നോക്കിയിട്ട് നമ്മൾ വിചാരിക്കുകയാണ്, ഒരു പ്രശ്നം നമ്മൾ ആഗ്രഹിക്കുമല്ലോ, ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്, ഒരു വെല്ലുവിളികൾ ഉണ്ടാവരുതെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഒരു വെല്ലുവിളികളും, നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാർ, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് വെല്ലുവിളികൾ, ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിനൊന്ന് പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ, ഒരു വെല്ലുവിളികളും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത്ര കരുത്തരാവില്ലായിരുന്നു, അല്ലെ? കറക്റ്റ് അല്ലേ സ്വർണ്ണം? അപ്പൊ നമ്മുടെ ഇന്നത്തെ ജീവിതം ഇത്രയും സ്ട്രോങ് ആക്കി മാറ്റിയത്, നമ്മളെ ഇത്ര കരുത്തരാക്കി മാറ്റിയത് ഈ ഇത്തരം വെല്ലുവിളികളാണ്. അപ്പൊ വെല്ലുവിളികൾ പാടില്ലായിരുന്നോ വേണ്ടിയില്ലായിരുന്നോ എന്ന് ചിന്തിക്കുന്ന തന്നെ തെറ്റാണ്, അല്ലെ? കറക്റ്റ് അല്ലേ സ്വർണ്ണം? ഒരു കൊച്ചു കഥയുണ്ട്. ഒരിക്കൽ ഒരു കൃഷിക്കാരൻ ദൈവത്തിനോട് പറയാണ്, ദൈവമേ, എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് അറിയാം, എല്ലാ കാര്യങ്ങളും അങ്ങ് സ്മാർട്ടാണ്, എല്ലാത്തിനെ കുറിച്ചും അങ്ങേക്ക് നല്ല വിവരമുണ്ട്, പക്ഷെ അങ്ങേക്ക് കൃഷിനെ കുറിച്ചൊരു വിവരമില്ല കേട്ടോ ദൈവമേ എന്ന് പറയുന്നത്. അപ്പൊ ദൈവം പറയും, അതെന്താ എനിക്ക് കൃഷിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളത്? അങ്ങേക്ക് അറിയില്ല കാലാവസ്ഥ സെറ്റ് ചെയ്യാനായിട്ട്. ചിലപ്പോ വേണ്ടാത്ത സമയത്ത് അങ്ങ് മഴ പെയ്യും, അപ്പൊ അതോടെ കൃഷി നശിക്കും. ചില സമയത്ത് ഒരുപാട് വെയിലായിരിക്കും, അപ്പോഴും കൃഷി നശിക്കും. അങ്ങേക്ക് ശരിക്കും ഈ കൃഷിനെ കുറിച്ചൊരു വിവരമില്ലട്ടോ ദൈവമേന്ന് പറയാണ്. അപ്പോ ദൈവം പറയാം, എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, നീ പറഞ്ഞനുസരിച്ചിട്ട് ഞാൻ കാലാവസ്ഥ സെറ്റ് ചെയ്യാം, നോക്കാലോ എങ്ങനെയാണ് കൃഷി വരാൻ പോണെന്ന് നോക്കാലോ. അങ്ങനെ ഇയാൾ പറയണനുസരിച്ചിട്ട് ദൈവം കാലാവസ്ഥ സെറ്റ് ചെയ്യാണ്. ഇയാൾ പറയുമ്പോ മഴ, ഇയാൾ പറയുമ്പോ വെയിൽ, ഇയാൾ പറയുമ്പോ തണൽ, അങ്ങനെ എന്തൊക്കെയാണ് അയാൾ പറയുന്നത് അനുസരിച്ചിട്ട് അത്തവണ ഭയങ്കര
എന്താ പറയാ വിളവെടുപ്പിട്ടോ ഭയങ്കരമായിട്ടുള്ള കൊയ്ത്ത് വന്നിരിക്കണം. അപ്പോ ഇയാളിങ്ങനെ ദൈവത്തിനെ നോക്കൂ, ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് ഇപ്പൊ കണ്ടില്ലേ ഇത്രയും വലിയൊരു വിളവ്. അങ്ങനെ ഇത് കൊയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് കാഴ്ചയിൽ വിളവ് മാത്രമേ ഉള്ളൂ, അത് ഒരു ഇതിന്റെ ഉള്ളിൽ പോലും പതിരില്ല, നെൽമണിയില്ല. അപ്പോഴാണ് ഇയാൾ ഇങ്ങനെ ദൈവത്തിനെ നോക്കുമ്പോ അപ്പോഴാണ് ദൈവം പറയണത് ആ ആ വിളവുകളൊന്നും പ്രകൃതിയുമായിട്ട് മല്ലിടിച്ചിട്ടില്ല, ആ വിളവുകൾക്കൊന്നും ഒരു സ്ട്രഗിൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അതൊന്നും സ്ട്രോങ് ആയിരുന്നില്ല. അത് സ്ട്രോങ് ആവാത്തതുകൊണ്ട് അതിൽ നിന്ന് റിസൾട്ടും വന്നില്ല. അപ്പോ നമ്മളെ നമ്മളുടെ ജീവിതത്തിലുള്ള ഇപ്പൊ ഒരു മരം വളരണം എന്നുണ്ടെങ്കിൽ ഭൂമിയുമായിട്ട് മല്ലിട്ടിട്ട് വേര് താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഒരു മരം മുകളിലേക്ക് വളർന്നത്. മുകളിലേക്ക് വളർന്ന മരം മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷെ ഒരു വേര് എന്തുമാത്രം ഭൂമിയോട്ട് മല്ലിട്ടിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഒരു മരം മുകളിലേക്ക് വരുന്നത് എന്നുള്ളത് ആ കാഴ്ച നമ്മൾ കാണുന്നില്ല. അപ്പൊ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരുടെ കാര്യം ഇങ്ങനെ തന്നെയാണ്. അവരുടെ ഹാർഡ് വർക്കും അവരുടെ ചാലഞ്ചസും അവരുടെ സ്ട്രെയിനും ഈ വേരിറങ്ങുന്ന പോലെ ഹിഡൻ ആണ്. നമ്മൾ കാണുന്നത് മുഴുവനും ആ മരം ഇങ്ങനെ മുകളിലോട്ട് വരുന്നതാണ്. എന്നിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ ഇവരെത്ര എളുപ്പത്തിൽ സക്സസ് ആവുന്നു, എത്ര എളുപ്പത്തിൽ ജീവിതത്തിൽ വിജയിക്കുന്നു. പക്ഷെ ആ വേരിറങ്ങാൻ അവർ നടത്തിയിട്ടുള്ള ഒരു സ്ട്രഗിള് അതൊന്നും നമ്മൾ കാണുന്നില്ല. കറക്റ്റ് അല്ലേ മിസ്റ്റർ? അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, നമ്മൾ എത്ര സൂക്ഷിച്ച് ജീവിച്ചാലും ശരി ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. കറക്റ്റ് അല്ലേ സ്വർണ്ണം? നമ്മൾ വിചാരിക്കും വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ജീവിച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എത്ര ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. ഇപ്പൊ നമ്മള് പണ്ടത്തെ വിറകടുക്കള ഓർമ്മ ഉണ്ടാവും. അതായത് പണ്ടത്തെ അടുപ്പ് ഇപ്പൊ ഗ്യാസ് ഒക്കെ വന്ന് കംപ്ലീറ്റ് മാറി, അടുക്കളയുടെ സിറ്റുവേഷൻ തന്നെ മാറി. പക്ഷെ പണ്ടത്തെ അടുക്കള എങ്ങനെയാണെന്ന് അറിയോ, എത്ര സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പാചകം ചെയ്താലും ശരി ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കരിയാവും. അതാണ് വിറകടുപ്പിന്റെ ഒരു പ്രത്യേകത. അതുപോലെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ. എത്ര നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചാലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ കയറി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അങ്ങനെയാണ് ജീവിതം. നമ്മൾ എത്ര സൂക്ഷിച്ചാലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ കയറി വരും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഏറ്റവും ഇതിൽ മനോഹരമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താ അറിയോ, ഭഗവാൻ പറയാണ് അർജുനനോട്, അർജുന നിങ്ങൾ ക്ഷത്രിയർ എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര ഭാഗ്യവാന്മാരാണ്. നോക്ക്, ജയിച്ചാൽ ഈ ഭൂമിയെ നിനക്ക് അനുഭവിക്കാം അർജുന. അതാണ് ഈ വരികളുടെ അർത്ഥം. ജയിച്ചാൽ നിനക്ക് ഈ ഭൂമിയെ അനുഭവിക്കാം, ജയിച്ചാൽ നിനക്ക് രാജാവാകാം. തോറ്റാലോ, തോക്കുക എന്ന് പറഞ്ഞാൽ മരിക്കലാണല്ലോ, വീരസ്വർഗം പ്രാപിക്കാം. അപ്പൊ എന്തായാലും ഇത് എന്തൊരു ഗോൾഡൻ ചാൻസ് ആണ്. എനിവേ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ. രണ്ടു കയ്യിലും ലഡ്ഡു പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ജയിച്ചാൽ രാജാവാകാം, തോറ്റാൽ വീരസ്വർഗം പ്രാപിക്കാം. തോറ്റാൽ അതോടുകൂടി നീ വീരനായി, നീ വീരസ്വർഗം, നീ ഒരു എറ്റേണൽ ഹീറോ ആയി മാറി. അപ്പൊ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് നിന്റെ ലൈഫിൽ. ഇത് നീ ആക്സെപ്റ്റ് ചെയ്യൂ. എന്നിട്ട് പറയുന്നത് തസ്മാത്, അതുകൊണ്ട് ഉത്തിഷ്ഠ കൗന്ദേയ, എഴുന്നേൽക്കു അർജുന. ഉത്തിഷ്ഠ കൗന്ദേയ, ഈ എഴുന്നേൽക്കു അർജുന എന്നുള്ളത് നമ്മളോടുള്ള ഒരു വാചകമാണ് കേട്ടോ. അതായത് തകർന്നിരിക്കുന്ന, തരിപ്പണമായിട്ടിരിക്കുന്ന, കാരണം അർജുനൻ ഇരിക്കുന്നത് ആ തേരിന്റെ തട്ടിലിരിക്കുകയാണ്, ആയുധം താഴെ വീണിട്ടിരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ഡിപ്രഷനിൽ ഇരിക്കുകയാണ് അർജുനൻ. എന്റെ ജീവിതം തീർന്നു, മടുത്തു, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ അർജുനൻ ഇരിക്കുന്ന അർജുനനോടാണ് ഉത്തിഷ്ഠ, എഴുന്നേൽക്കോ. യുദ്ധായ കൃതനിശ്ചയ, ഈ വരികളാണ് അതിഗംഭീരം. യുദ്ധായ കൃതനിശ്ചയ. യുദ്ധായ കൃതനിശ്ചയ എന്നുള്ള വരികളെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. അതായത് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് യുദ്ധത്തിന് തയ്യാറായാലും, അങ്ങനെ പറയാം നമുക്ക്. എന്താണ് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് നീ യുദ്ധത്തിന് എഴുന്നേൽക്കൂ അർജുന, നിശ്ചയിച്ചുറപ്പിച്ചിട്ട് നീ യുദ്ധത്തിന് തയ്യാറായാലും, അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. രണ്ടാമത് വേറെ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം, ഈ യുദ്ധം നിനക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചുറപ്പിച്ചതാണ്, അതുകൊണ്ട് നീ ഇതിനെ നേരിടൂ, ഇതിനെ നീ അക്സെപ്റ്റ് ചെയ്യൂ, ഇതിനെ നീ സ്വീകരിക്കൂ. അതായത് ഈ വരികളുടെ ഒരു ബ്യൂട്ടി എന്താണെന്ന് അറിയോ, ഇപ്പോ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണ് നേരിടുക, അതായത് വിധിയിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണ്, വെറും യുക്തിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ ഇങ്ങനെ എടുക്കാം. എന്ത്, ഈ ഒരു പ്രോബ്ലത്തെ നീ നിശ്ചയിച്ചുറപ്പിച്ചിട്ട് നേരിടാൻ തയ്യാറാകുമോ. അതെല്ലാം വിധിയിലും ആത്മീയതയിലും കർമ്മത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിനക്ക് വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ച് ദൈവം കൊണ്ടുവരുന്ന പാർസലാണ്, അല്ലെങ്കിൽ കർമ്മം കൊണ്ടുവരുന്ന പാർസലാണ്, ഇത് നിനക്ക് വേണ്ടി വരുന്ന പാർസലാണ്, അത് നീ സ്വീകരിച്ചേ പറ്റൂ, നീ നേരിട്ടേ പറ്റൂ. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഉൾക്കൊള്ളാം. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടി എന്താ വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഒരു ശ്രമവും കൂടാതെ, നമ്മുടെ ഒരു പരിശ്രമവും കൂടാതെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലേ? കറക്റ്റ് അല്ലേ? ഒരു ശ്രമവും കൂടാതെ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ മോശം കാര്യങ്ങൾ സംഭവിക്കുകയെ. ഈ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് എന്താ ദൈവമേ എനിക്ക് നല്ല കാര്യങ്ങൾ തന്നതെന്ന് നമ്മൾ ചോദിക്കാറില്ല. പക്ഷെ മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തോട് എന്താ ദൈവമേ ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കും. പണ്ടൊരിക്കൽ
ഒരു വിംബിൾട്ടൺ വിന്നർ, വിംബിൾട്ടൺ ജേതാവ്, വളരെ ഫേമസ് ആണ് ഇയാളെ കുറിച്ചുള്ള സ്റ്റോറി. ഇയാള് ഈ വിംബിൾട്ടൺ ഒക്കെ ജയിച്ച ആളാണ്. അയാൾക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലാണ്, അയാൾ മരിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ അയാളെ ഹോസ്പിറ്റലിൽ പോയി കാണുന്ന ഒരു ജേർണലിസ്റ്റ് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ ചോദിച്ചു, നിങ്ങൾ ഇത്രയധികം ആരോഗ്യം സൂക്ഷിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഇത്രയധികം ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കുന്ന ആള്, ഭക്ഷണത്തിൽ ഡയറ്റിലൊക്കെ ശ്രദ്ധിക്കുന്ന ആള്, ഇത്രയധികം എക്സസൈസ് ചെയ്യുന്ന ആള്, നിങ്ങൾക്ക് എങ്ങനെ ഈ ക്യാൻസർ വന്നത്? നിങ്ങൾ ദൈവത്തിനോട് ഇതെന്തൊരു അനീതിയാണെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഒരു ദൈവത്തിനോട് തന്നെ നിങ്ങൾക്ക് ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടാവില്ലേ? ഇതെന്തിനാ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇത്ര ശ്രദ്ധിച്ച് സൂക്ഷിച്ച്? എന്നാൽ നിങ്ങളുടെ തന്നെ സുഹൃത്തുക്കള് മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്, പുകവലിക്കുന്നവരുണ്ട്, അവർക്കൊന്നും സംഭവിക്കാത്ത ഇത് നിങ്ങൾ ഇത്രയധികം ശ്രദ്ധിച്ച് ജീവിക്കുന്ന, സൂക്ഷിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ എന്തൊരു അനീതിയാണെന്ന് ദൈവത്തോട് ചോദിച്ചില്ലെന്ന് ആ ജേർണലിസ്റ്റ് ചോദിക്കുമ്പോൾ ഇദ്ദേഹം കൊടുക്കുന്ന മറുപടി ചരിത്രമാണ്. അത് ഒരുപാട് ഡിസ്കഷൻ വന്നിട്ടുള്ള ഒരു മറുപടിയാണ്, ഗംഭീര മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ ലോകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ ടെന്നീസ് കളിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ ടെന്നീസ് കളിക്കുന്നുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് ഒരു ഉയർന്ന ഒരു ടെന്നീസ് പ്ലെയർ ആവാൻ സാധിക്കുക. അതിൽ കുറച്ച് ആയിരങ്ങൾക്ക് മാത്രമേ സാധിക്കാറുള്ളൂ. അതിലും കുറച്ച് ആയിരങ്ങൾക്ക് മാത്രമേ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള കളിയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇതിൽ കുറച്ച് 100-200 ആൾക്കാർക്ക് മാത്രമേ ഒരു വിംബിൾട്ടൺ പോലുള്ള കളിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതിലൊരു 8 പേർക്ക് മാത്രമാണ്, വെറും 8 പേർക്ക് മാത്രമാണ് ക്വാർട്ടർ ഫൈനലിൽ കയറാൻ പറ്റുന്നത്. അതിലൊരു 4 പേർക്കാണ് സെമിയിൽ കയറാൻ പറ്റുന്നത്. അതിൽ 2 പേർക്കാണ് ഫൈനലിൽ കയറാൻ പറ്റുന്നത്. അതിൽ ഒരേ ഒരാൾക്ക്, ഈ ലക്ഷക്കണക്കിന് ആളുകളിൽ വെച്ചിട്ട് ഒരേ ഒരാളാണ് വിംബിൾട്ടൺ ജേതാവായി മാറുന്നത്, കപ്പ് ഉയർത്തുന്നത്. ഞാൻ വിംബിൾട്ടൺ ജേതാവായപ്പോ, കപ്പ് ഉയർത്തുമ്പോ ഞാൻ ഒരിക്കലും ദൈവത്തോട് ചോദിച്ചില്ല, ദൈവമേ എന്നെ എന്തുകൊണ്ട് ജേതാവാക്കിയെന്ന്. അങ്ങനെ ഞാൻ ചോദിക്കാതിരുന്നത് കൊണ്ട് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നില്ല, ദൈവമേ എനിക്ക് എന്തുകൊണ്ട് ക്യാൻസർ തന്നു എന്ന്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മോശം കാര്യങ്ങളും വരും. പക്ഷെ അതിനെ നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഭഗവാൻ പറയുന്ന അർജുനോട്, യുദ്ധം എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. അർജുനന്റെ പ്രശ്നം ഇപ്പൊ യുദ്ധമാണ്. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ യുദ്ധങ്ങൾ വരും. അത് വേറെ, ചിലപ്പോൾ ബാങ്ക് ലോണിന്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു അപമാനത്തിന്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു ആക്സിഡന്റിന്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു രോഗത്തിന്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ സാമ്പത്തിക നഷ്ടത്തിന്റെ രൂപത്തിലായിരിക്കും. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യുദ്ധം വന്നിരിക്കും, ഇനിയും വന്നിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നിരിക്കും. ആരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളില്ലാത്ത. ഞാൻ എപ്പോഴും തമാശക്ക് പറയാറുണ്ട്, ലൈവ് ഓഡിയൻസിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എന്റെ മുന്നിലിരിക്കുന്ന ആൾക്കാർ 3 ടൈപ്പ് ആൾക്കാരാണ്. ഒന്നെങ്കിൽ ഒരു പ്രശ്നം കഴിഞ്ഞ ആൾക്കാർ, ഇല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഇരിക്കുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ പേടിക്കേണ്ട പ്രശ്നം വരാൻ പോകുന്ന ആൾക്കാർ. അപ്പോ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇല്ലേ, ഈ ലോകത്ത് നമ്മൾ, അല്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് നമ്മൾ ജനിക്കില്ലായിരുന്നു. ഈ ലോകത്ത് നമ്മൾ ജനിച്ചതിന്റെ അർത്ഥം തന്നെ നമുക്ക് എന്തോ കർമ്മ ബാക്കിയുള്ളത് കൊണ്ടാണല്ലോ. അപ്പോ ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ നേരിടാതെ നിവൃത്തിയില്ല, നേരിട്ടേ പറ്റൂ. അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫേസ് ചെയ്യാതിരുന്നാല്, ഫേസ് ഇറ്റ് ആൻഡ് ഫിക്സ് ഇറ്റ് എന്ന് പറയാം. ഫേസ് ചെയ്യാതിരുന്നാല്, അൺടിൽ യു ഫേസ് ഇറ്റ് ആൻഡ് ഫിക്സ് ഇറ്റ്, ദിസ് പ്രോബ്ലം വിൽ ഫോളോ യു എന്നാണ്. കാരണം അത് നമ്മളുടെ പാർസലാണ്, നമ്മുടെ പേരിൽ വന്നിട്ടുള്ള കൊറിയറാണ്. നമ്മൾ അത് ഫേസ് ചെയ്ത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. കാരണം ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക, നമ്മളുടെ ഈ ഇമാജിനേഷനാണ് ഈ ഒരു പ്രോബ്ലം വന്നു. ഇപ്പൊ എനിക്കൊരു കേസ് ഉണ്ടെന്ന് എനിക്ക് കോടതിയിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു സ്കാനിങ് കൊടുത്തിട്ട് എന്റെ റിപ്പോർട്ട് വരാനുണ്ടെന്ന് വിചാരിക്കും. നമ്മുടെ ഇമാജിനേഷൻ ഈ റിസൾട്ടിനെക്കാളും ഡേഞ്ചറസ് ആണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് അതിലൂടെ കടന്നു പോകുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ഭാവനയിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ, ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സുകളിൽ ഞാൻ എപ്പോഴും തമാശക്ക് പറയാറുണ്ട്, വി ക്രിയേറ്റ് അവർ ഓൺ ഹൊറർ ഫിലിം. നമ്മളുടെ ഉള്ളിൽ ഹൊറർ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ തന്നെ ഡയറക്ട് ചെയ്യും, നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ തന്നെ ഇരുന്ന് കണ്ടു പേടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളുടെ ചിന്തകളിലാണ് വാസ്തവത്തിൽ ഈ വരാൻ പോകുന്ന സിറ്റുവേഷനെ കുറിച്ചുള്ള ഭയപ്പെടുന്ന ചിന്തകൾ. സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ സത്യമായിട്ടും ഈ പറയുന്ന ഭയം ഒന്നും ഒരിക്കലും തോന്നില്ല. ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. സത്യത്തിൽ ഈ ആൾക്കാർ പലതും പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. ധൈര്യം തന്നിട്ട് ആൾക്കാർ ഒരുപാടുണ്ടെങ്കിൽ പേടിപ്പിച്ചിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. റിജക്ഷൻ വരാം, അത് വരാം, ഇത് വരാം, അങ്ങനെ വരാം, ഇങ്ങനെ വരാം, ക്രിട്ടിക്കലാണ്. പക്ഷെ ഞാൻ കടന്നു പോകുമ്പോൾ എത്ര ധൈര്യത്തിൽ എനിക്ക് കടന്നു പോകാൻ, എത്ര ഈസി ആയിട്ട് എനിക്ക് കടന്നു പോകാൻ സാധിച്ചു എന്ന് പറയാം. അപ്പൊ ഭീകരമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും എനിക്ക് എന്റെ ജീവിതത്തിൽ ഭാവനയിൽ കാണുന്ന പോലെയല്ല യാഥാർത്ഥ്യത്തിലൂടെ നമുക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ സാധിക്കാറുണ്ട്. കാരണം എന്ത് വലിയ പ്രശ്നവും ഞാൻ മനസ്സിലാക്കുന്നത്, ഫേസ് ചെയ്യുമ്പോൾ അത് ചെറുതാവുന്നു, ഫേസ് ചെയ്യാതിരുന്നാൽ അത് വലുതാവുന്നു. ഒരു കൊച്ചു കഥ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ പോപ്പുലർ ആയിട്ടുള്ള കഥയാണ്. പണ്ട് ശ്രീകൃഷ്ണനും ബലരാമനും കൂടിയിട്ട് ഒരു യാത്ര പോവാണ്. അപ്പോ യാത്ര ഇങ്ങനെ പോയി കാട്ടിലൂടെയാണ് യാത്ര. അപ്പൊ നേരം ഇരുട്ടി, ഇനി നേരം വെളുത്തിട്ട് യാത്ര ചെയ്യാം. ദുഷ്ടമൃഗങ്ങളൊക്കെ ഉള്ള, വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാണല്ലോ.
അങ്ങനെ ബലരാമൻ പറയാണ്, കൃഷ്ണ നീ ഉറങ്ങിക്കൊള്ളു, ഞാൻ കാവലിരിക്കാം. അങ്ങനെ ഭഗവാൻ ഉറങ്ങുന്നു, ബലരാമൻ കാവലിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭീകരസത്വം, വലിയൊരു ഭീകരസത്വം ഇങ്ങനെ ബലരാമന്റെ മുന്നിലേക്ക് വന്നിട്ട് ഇങ്ങനെ അലറാണ്. അപ്പൊ ഇതിനെ കണ്ടിട്ട് ബലരാമൻ, ഇതിന്റെ അലർച്ച കണ്ടിട്ട് ബലരാമൻ ഇങ്ങനെ പേടിക്കുകയാണ്. അലറുന്തോറും ബലരാമൻ ഇങ്ങനെ ചെറുതാവുകയാണ്. വീണ്ടും അലറുന്നു, പേടിക്കുന്നു, ചെറുതാവുന്നു, അലറുന്നു, പേടിക്കുന്നു, ചെറുതാവുന്നു, അലറുന്നു, പേടിക്കുന്നു, ചെറുതാവുന്നു. അവസാനം ഒരൊറ്റ അലറുമ്പോഴത്തേക്കും ബലരാമൻ പേടിച്ച് ബോധം കെട്ട് വീഴുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ബലരാമൻ ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ വിചാരിച്ചു ഇത് ഉറങ്ങാണെന്ന് വിചാരിച്ചിട്ട് കൃഷ്ണൻ എഴുന്നേറ്റിട്ട് കാവൽ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭീകരജീവി ഒരു 8 അടി 10 അടി എന്തോ പൊക്കമുണ്ട്, ഭയങ്കര വലിയ സൈസായിട്ടുള്ള ഭീകരജീവി വന്നിട്ട് ഇങ്ങനെ അലറുന്നു. അലറുമ്പോ കൃഷ്ണൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട്, കൃഷ്ണന്റെ ഒരു ചിരി ഉണ്ടല്ലോ, ചിരിച്ചിട്ട് ചോദിക്കും, എന്താ എനിക്ക് വേണ്ടത്, എന്തിനെങ്ങനെ അലറണ? അപ്പൊ ഈ ഒരാള് കൂളായിട്ട് ഇത്രയും വലിയ ഭീകരജീവിനെ ഫേസ് ചെയ്യണ കാണുമ്പോ, ചിരിച്ചോണ്ട് ഫേസ് ചെയ്യണോ, ഭീകരജീവി ഒന്ന് നെട്ടുമല്ലോ, ഭീകരജീവി ഒന്ന് ചെറുതായി. വീണ്ടും അലറും, കൃഷ്ണൻ വീണ്ടും ചിരിക്കും, അപ്പോഴും ഭീകരജീവി ചെറുതാവും. വീണ്ടും അലറും, കൃഷ്ണൻ ചിരിക്കും, ഭീകരജീവി ചെറുതാവും. ചെറുതായി കൃഷ്ണ ഭീകരജീവി ഏകദേശം ഒരു മൊബൈൽ ഫോണിന്റെ വലുപ്പത്തിലേക്ക് വന്നപ്പോ അതിനടുത്ത് ധോത്തിയിൽ വെച്ച് കെട്ടിയിട്ട് കിടന്ന് ഉറങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ പിറ്റേ ദിവസം യാത്ര തുടരുമ്പോഴേ ബലരാമൻ ചോദിക്കുകയാണ്, കൃഷ്ണ ഇന്നലെ രാത്രി ഒരു ഭീകരജീവി വന്നിരുന്നു, എന്തൊരു വലിപ്പമായിരുന്നു, എന്തൊരു അലർച്ചയായിരുന്നു, ഞാൻ പേടിച്ച് ബോധം കെട്ടുപോയി കൃഷ്ണ എന്ന് പറയുമ്പോ കൃഷ്ണൻ ഈ കയ്യിലുള്ള ചെറിയ ഭീകരജീവിനെ കാണിച്ചിട്ട് പറയണം, ഇതാണോ ഇത്ര വലിയ നീ പേടിക്കുന്ന, നീ ഭയപ്പെട്ട ഈ ഭീകരജീവി? അപ്പോ ഈ കഥയുടെ മെസ്സേജ് ഇതാണ്: ഭീകരജീവിയാണ് പ്രോബ്ലം, ഭീകരജീവിയാണ് ചാലഞ്ച്, ഭീകരജീവിയാണ് ഇന്റർവ്യൂ, ഭീകരജീവിയാണ് കടബാധ്യത, ഭീകരജീവിയാണ് രോഗം. എല്ലാം ഭീകരജീവികളാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന ഭീകരജീവികൾ. പക്ഷെ അതിനെയൊക്കെ ഫേസ് ചെയ്താല്, ആ ഭീകരജീവിയെ നമ്മൾ ധൈര്യത്തോടെ ഫേസ് ചെയ്താല് ആ ഭീകരജീവി ചെറുതാവാൻ തുടങ്ങുന്നു. എപ്പോഴും നമ്മൾ ആ ഭീകരജീവിയിൽ നിന്ന് ഒളിച്ചോടുന്നു, ഭയത്തോടുകൂടി പിന്മാറുന്നു, അപ്പോഴൊക്കെ ആ ഭീകരജീവി നമ്മളെക്കാളും വലുതാവുന്നു. ഭീകരജീവി ആക്ച്വലി പുറത്തല്ല ഉള്ളത്, ഭീകരജീവി നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, തസ്മാത് ഉത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയ. അതുകൊണ്ട് അർജുന, നിശ്ചയിച്ചുറപ്പിച്ച ഈ യുദ്ധത്തിന് നീ തയ്യാറായല്ലോ. താങ്ക് യു. വളരെ മനോഹരമായിട്ട് രജനീകാന്ത് സാറിന്റെ ഒരു വീഡിയോയ്ക്ക് ഒരു മോട്ടിവേഷണൽ ക്ലാസ് തന്നെയാണ് സജി നിസാൻജി നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നൽകിയിട്ടുള്ളത്. ഇത്ര അർത്ഥവത്തായിട്ട്, എന്നാൽ എത്ര ചുരുങ്ങിയ വാക്കുകളിലാണ് അങ്ങ് ഇത്രയധികം വിവരിച്ചത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചൈനയുമായിട്ടുള്ള ഒരു സന്ദർശനത്തിനിടയിൽ, തർക്കമുണ്ടാകുന്ന ഒരു സന്ദർശനത്തിനിടയിൽ ഭഗവത്ഗീതയിലെ ഒരു വരി ഉദ്ധരിച്ചുകൊണ്ടാണ് ജനങ്ങളോട് സംസാരിച്ചത്. വീരഭോഗ്യ വസുന്ധര എന്നുള്ളത്. ശക്തിമാന് മാത്രമാണ് ഭൂമിക്ക് അവകാശമുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ മാത്രമേ ഭരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എന്ത് നേടുകയുള്ളൂ എന്നുള്ള തത്വമാണ് ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും വലിയൊരു മോട്ടിവേഷണൽ ബുക്ക് കൂടിയാണ് അല്ലെ ഭഗവത്ഗീത. അങ്ങ് പ്രത്യേകിച്ചും ഭഗവത്ഗീത ആചാര്യനാണ്. അങ്ങ് തന്നെ പറഞ്ഞു അങ്ങയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ട്രഗിൾ, അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് അടക്കം വിധേയനായിട്ടുള്ള വ്യക്തിയാണ്. വേദനിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം, പക്ഷെ അങ്ങയുടെ ഒരു സഹോദരന്റെ അവിചാരിതമായിട്ടുള്ള ഒരു ആത്മഹത്യ പോലും നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ എത്രയെത്ര സ്ട്രഗിളുകളിൽ കൂടി അല്ലെ കടന്നുപോയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങ് തന്നെ ഇന്ന് എന്റെ മുന്നിൽ ഇത്രയും ശക്തിമാനായിട്ട് മറ്റുള്ളവർക്ക് ഊർജം നൽകുന്ന രീതിയിൽ ഭഗവത്ഗീതയുടെ ആചാര്യനായിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ ഏറ്റവും യോഗ്യനും അങ്ങ് തന്നെയാണ്. ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ട് മാറിയിട്ടുള്ള സജി നിസാൻജിയുടെ വാക്കുകള് സത്യത്തില് ഏതൊരു മാനസികാവസ്ഥയുള്ളവർക്കും ഒരുപാട് കരുത്തേകുന്നതാണ്. ഭഗവത്ഗീത എന്നുള്ള കരുത്തിനെയാണ് അങ്ങ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, അവിചാരിതമായിട്ട് രജനീകാന്ത് സാറിന്റെ വീഡിയോ കാണുകയുണ്ടായി. പക്ഷെ അദ്ദേഹം ആർട്ട് ഓഫ് ലിവിംഗുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ അനേകം പേര് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് ഒന്ന് വിവരിക്കാമോ? അല്ല, കോഴ്സ് ഇതുപോലെ ധാരാളം സെലിബ്രിറ്റീസ് കോഴ്സ് ചെയ്തിട്ടുണ്ട്, ധാരാളം പേര്. പേരെടുത്ത് അങ്ങനെ പറയാനേ പറ്റില്ല, അത്രയധികം. ഒരുപാട് സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സ് ചെയ്യുന്നതും ഗുരുജിയായിട്ട് നിൽക്കുന്നതും ഒക്കെ ഞാൻ കാണാനിടയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് തന്നെ അത് പറയാൻ ഭയങ്കര അത്രയും വലിയ ലിസ്റ്റാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് ആർട്ട് ഓഫ് ലിവിംഗ് അങ്ങനെ ഈ സെലിബ്രിറ്റീസിന്റെ പേര് പറഞ്ഞിട്ട് പബ്ലിസിറ്റി കൊടുക്കാറുമില്ല. തീർച്ചയായും.